ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ നമ്മളെ നാടൻ ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല സിമ്പിളായിട്ട് കുറേ ടൈമൊന്നും റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കാണ്ട് ഉണ്ടാക്കേണ്ട അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഷെയർ ആക്കുന്നത്. അപ്പോൾ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടോക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യം തന്നെ ഞാനിതാ 2 കപ്പ് പച്ചരി നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് കുതിർത്തി വെക്കുന്നുണ്ട്. ഇതിപ്പോൾ 4 മണിക്കൂർ മിനിമം സോക്ക് ചെയ്ത് വെക്കണം കേട്ടോ. അങ്ങനെ ഇതാ അരിയെല്ലാം നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലെ വെള്ളമെല്ലാം കളയണം. ഇനി നമുക്ക് ഈ അരി അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശർക്കരപ്പാനി റെഡിയാക്കണം. ഞാനിപ്പോൾ 400 ഗ്രാം ശർക്കര 1 കപ്പ് വെള്ളം ചേർത്തിട്ട് പാനിയാക്കി എടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ശർക്കര ചെറുതായിട്ട് പൊടിച്ചെടുക്കണമെന്നൊന്നും ഇല്ല കേട്ടോ. ഇതുപോലെ തന്നെയാണ് വെച്ചിട്ടുള്ളത്. അടച്ച് വെച്ചിട്ട് വേവിക്കുമ്പം തന്നെ ശർക്കരയെല്ലാം മെൽറ്റായിക്കോളും. പിന്നെ നല്ലപോലെ തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി ഒന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് മെൽറ്റായി കിട്ടിയാൽ മാത്രം മതി. ഇനിയിപ്പോൾ അരി അരച്ചെടുക്കണം. ഞാനിത് 2 ട്രിപ്പായിട്ടാണ് അരക്കുന്നത്. ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ശർക്കരപ്പാനി കുറച്ച് ചേർത്തിട്ട് നല്ലപോലെ അരച്ചെടുക്കണം. പിന്നെ ശർക്കരപ്പാനിൻ്റെ ചൂട് കംപ്ലീറ്റ് പോകണ്ട കേട്ടോ, ചെറു ചൂടോടെയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. അങ്ങനെ ഇതാ ഫസ്റ്റ് ബാച്ച് അരച്ചെടുത്തിട്ടുണ്ട്. ചെറിയ തരിതരിപ്പുണ്ടെങ്കിലൊന്നും കുഴപ്പമില്ല, എന്നാലും നല്ലപോലെ സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇനിയിപ്പോൾ രണ്ടാമത്തെ ട്രിപ്പ് അരച്ചെടുക്കലാണ്. ഇതിലേക്ക് ഞാൻ കുറച്ചും കൂടി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരിയിലേക്ക് ഞാനിതാ ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂണ് ജീരകം ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് പഴമാണ് കേട്ടോ. പഴം നല്ല പാളയംകുടം പഴമാണ് ഇതിലേക്ക് വേണ്ടത്. ഞാനിപ്പോൾ അത് കിട്ടാത്തതുകൊണ്ട് റോബസ്റ്റ് പഴമാണ് എടുത്തിട്ടുള്ളത്. നല്ല പഴുത്ത 2 റോബസ്റ്റ് പഴം എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇതിലോട്ടേക്ക് മൈസൂർ പഴം അതുപോലത്തെ ചെറിയ പഴമാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ 4-5 പീസ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ വലിയതായതുകൊണ്ട് 2 പീസാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കണ്ട കേട്ടോ, അങ്ങനെ ടേസ്റ്റ് നന്നായിട്ട് വരില്ല. ഇപ്പോൾ ഇതിലോട്ടേക്ക് 2-3 നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് നല്ലപോലെ അരച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ നമ്മൾ സെക്കൻഡ് ട്രിപ്പും അരി അരച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ മിക്സിൻ്റെ ജാറിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇതിലോട്ടേക്ക് വെച്ച് കൊടുക്കുക. നമ്മളുണ്ടാക്കിയ ശർക്കര പാനിയിൽ ബാക്കിയുണ്ടെങ്കിൽ അതായാലും ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലോട്ടേക്ക് വേണ്ടത് 1/2 കപ്പ് മൈദയും പിന്നെ 1 ടേബിൾ സ്പൂണ് ഏലക്കായ പൊടിച്ചതും കൂടിയാണ്. ഇത് രണ്ടും ചേർത്തിട്ട് നല്ലപോലെ മിക്സാക്കി എടുക്കണം. കട്ടകളൊന്നും ഇല്ലാണ്ട് മിക്സാക്കി എടുത്തതിന് ശേഷം ഞാനിതിലോട്ടേക്ക് 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അഥവാ ബേക്കിംഗ് പൗഡർ നിങ്ങളുടെ അടുത്തില്ലെങ്കിൽ 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ചേർത്താലും മതി. ഇനിയിപ്പോൾ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറൊന്നും ചേർക്കാണ്ട് ഉണ്ടാക്കണമെങ്കിൽ ഒരു 3-4 മണിക്കൂർ ഇതൊന്ന് മാവൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചാൽ മതി. അന്നേരം ഉണ്ണിയപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിക്കോളും. ഇനി ഇതിലേക്ക് ഞാൻ തേങ്ങാക്കൊത്തൊന്ന് വറുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു പാനിലേക്ക് കുറച്ച് ഗീ ചേർത്തിട്ട് അതിലോട്ടേക്ക് നമ്മൾ നൈസായിട്ട് കട്ട് ചെയ്ത തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ അത് ബ്രൗൺ കളർ ആക്കിയിട്ട് വറുത്തെടുക്കണം. തേങ്ങാക്കൊത്ത് ഒരു 3-4 മിനിറ്റ് നല്ലപോലെ ഇളക്കി കൊടുക്കുക. അന്നേരം ഇതാ ഈ ഒരു കളറായിട്ട് കിട്ടും. ഇനിയിപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ അതിലോട്ടേക്ക് 1 ടേബിൾ സ്പൂണ് കറുത്ത എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതും കൂടി ഒന്ന് മിക്സാക്കി ആ ഒരു ചൂടിൽ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മളിപ്പോൾ ഉണ്ണിയപ്പത്തിൻ്റെ ബാറ്ററിലേക്ക് ഇതിട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു ഗീ ഈ ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല, പകരം ഇത് ഫ്രൈ ചെയ്യുമ്പോൾ ഓയിലിൽ മിക്സ് ആക്കാണ് കേട്ടോ ചെയ്യുന്നത്.
ഈ ഒരു ടൈമിൽ മാവ് കുറച്ച് ടൈറ്റാണെങ്കിൽ ശർക്കര പാനി വെച്ചിട്ട് അതൊന്ന് ലൂസാക്കി എടുത്താൽ മതി. ഇനിയിപ്പോൾ നല്ല ലൂസാണെങ്കിൽ 1-2 ടേബിൾ സ്പൂണ് മൈദ ചേർത്ത് കൊടുത്താലും മതി. ഉണ്ണിയപ്പത്തിൻ്റെ മാവ് നല്ലോണം ടൈറ്റായി പോയാൽ ചുട്ട് കഴിഞ്ഞാൽ ഉള്ളൊന്നും വേവാത്ത പോലെയാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ ലൂസായാൽ ഉണ്ണിയപ്പത്തിന് കറക്റ്റ് ഷേപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ ആക്കിയിട്ട് ചുടാൻ വേണ്ടി ശ്രദ്ധിക്കണേ. നമുക്ക് ഉണ്ണിയപ്പം ചുട്ടെടുക്കാം. ഞാനിപ്പോൾ ഓയിലും ഗീയും മിക്സ് ആക്കിയിട്ടാണ് ഇതിലെടുത്തിട്ടുള്ളത്. നമുക്ക് ഗീയിൽ മാത്രം പൊരിച്ചെടുക്കാം. അങ്ങനെയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാനിപ്പോൾ രണ്ടും കൂടി മിക്സ് ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഓരോരോ കുഴിയിലായിട്ട് ഇങ്ങനെ മാവ് ഒഴിച്ചു കൊടുക്കാം. ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കണ്ട, ഒരു 1/4 ഭാഗം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി സെൻറ്ററിൽ ലാസ്റ്റ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. കാര്യം സെൻറ്ററിലാണ് ഡയറക്റ്റ് തീ ഉണ്ടാവുക. അപ്പോൾ അവിടുത്തെ ഉണ്ണിയപ്പം പെട്ടെന്ന് തന്നെ കുക്കായിട്ട് കിട്ടും. മാവ് ഒഴിച്ചിട്ട് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനിതാ ഉണ്ണിയപ്പം എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മളെ വീട്ടിലൊന്നും എപ്പോഴൊന്നും ഉണ്ടാക്കുന്നൊരു സ്നാക്കല്ല കേട്ടോ. എപ്പോഴെങ്കിലേ ഇതുണ്ടാക്കൂ. പക്ഷേങ്കിൽ ഉണ്ടാക്കിയാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ്. പിന്നെ ഇത് കുറേ ആയിട്ട് ബൾക്കായിട്ടുള്ള ഉണ്ടാക്കൽ ആരെങ്കിലും എല്ലാം ഗൾഫിലെല്ലാം പോകുന്ന ടൈമിലാണ്. ആ ഒരു ടൈമിൽ ഇങ്ങനെ പാക്കാക്കിയിട്ടെല്ലാം കൊടുത്തയക്കുന്നത് കാണാം. അത് പണ്ട് മാത്രമല്ല, ഇപ്പോൾ അങ്ങനെ തന്നെ കാണലുണ്ട്. ഗൾഫിലെല്ലാം ജീവിക്കുന്നവർക്ക് ഇതുപോലത്തെ നാട്ടിലത്തെ ട്രഡീഷണൽ ഐറ്റംസിനോടെല്ലാം ഭയങ്കര ക്രേസ് ആയിരിക്കും. അതിപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ കുറേ കാലം നാട് വിട്ട് നിൽക്കുമ്പം അങ്ങനെ തന്നെ ആയിരിക്കും. ഞാനിപ്പോൾ ഇതാ ഉണ്ണിയപ്പം 2 സൈഡ് കുക്കായതിന് ശേഷം ഒരു സ്റ്റിക്കിനോട് കോരിയിട്ട് നെറ്റിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലോണം ബ്രൗൺ ആക്കിയിട്ടാണ് കോരി എടുക്കുന്നത്. ഇതുപോലെ തിന്നാനാണ് എനിക്കിഷ്ടം. ഇതുപോലെ അല്ലാണ്ട് കുറച്ചും കൂടി മുന്നേ ഒന്നും കോരിയാൽ കുഴപ്പമില്ല, ഉള്ളെല്ലാം വെന്തിട്ട് തന്നെ ഉണ്ടാവും. കാര്യം ഒരു 3-4-5 മിനിറ്റ് കുക്ക് ചെയ്യുമ്പോഴേക്ക് തന്നെ ഉള്ളെല്ലാം നല്ലവണ്ണം കുക്കായിട്ട് വരും. ഇനിയിപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ചുട്ടെടുക്കുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞ അളവിൽ ഒരു 10-50 ഉണ്ണിയപ്പെല്ലാം ചുട്ടെടുക്കാനുള്ള മാവുണ്ടാവും. ഇതാ നമ്മൾ ഉണ്ണിയപ്പം നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഇനിയിപ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി ഞാനൊന്ന് കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ്. അതിൻ്റെ ഉള്ളെല്ലാം നല്ലോണം കുക്കായിട്ട് നല്ല ആരെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്തിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനിയും പുതിയ വീഡിയോസ് എല്ലാം ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.